ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മന്ത്രത്തിലേക്ക് സ്വാഗതം. 2020 ജനുവരി മുതൽ ഡിസംബർ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സംസ്ഥാനത്തെ ആദ്യ തരിശുരഹിത പഞ്ചായത്തായ ചെങ്കൽ ജില്ലാതല ഹരിത പുരസ്കാരത്തിന് അർഹമായി. നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന രീതി മാറ്റുക എന്ന ഉദ്ദേശത്തോടെ കാർഷിക മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളാണ് ചെങ്കലിനെ ഹരിത കേരള മിഷന്റെ ഹരിത പുരസ്കാരത്തിന് അർഹമാക്കിയത്. കവി മധുസൂദനൻ നായർക്കും പ്രശസ്ത എഴുത്തുകാരനും MP-യുമായ ശശി തരൂരിനും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. കവി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കവിതാ സമാഹാരത്തിനും ശശി തരൂരിനെ ആൻ ഈറ ഓഫ് ഡാർക്ക്നെസ് എന്ന ലേഖന സമാഹാരത്തിനുമാണ് പുരസ്കാരങ്ങൾ. ഓടക്കുഴൽ അവാർഡ് N പ്രഭാകരനെ. മഹാകവി G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ഓടക്കുഴൽ അവാർഡ് 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ്. N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന കൃതിക്കാണ് അവാർഡിന് അർഹമായത്. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതിയാണ് കവചം. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം കോട്ടയം ജില്ലയിൽ സ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. 2020 കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി മുണ്ടൂർ, പാലക്കാട് ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് കൊച്ചിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടെയാണ് ലാബ് സ്ഥാപിച്ചത്. റോഡ് സുരക്ഷാ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തെരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനകൾക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M വിജയൻ, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി സമ്മാനിക്കുന്ന നാരീശക്തി പുരസ്കാരത്തിന് സാക്ഷരതാ മിഷൻ പഠിതാക്കളായി നേട്ടങ്ങൾ കൊയ്ത കൊല്ലം ജില്ലയിലെ ഭാഗീരഥി അമ്മയും ആലപ്പുഴ ജില്ലയിലെ കാർത്യായനി അമ്മയും അർഹരായി. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം പ്രഭാവർമ്മയുടെ പുസ്തകമായ ശ്യാമമാധവം എന്ന കൃതിക്ക് ലഭിച്ചു. ഈ കൃതിക്ക് ഗുരുവായൂരപ്പൻ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച ജ്ഞാനപ്പാന അവാർഡ് സമ്മാനിക്കുന്നതിന് കേരള ഹൈക്കോടതി സ്റ്റേ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരമായ സ്വാതി പുരസ്കാരം വയലിനിസ്റ്റ് L സുബ്രഹ്മണ്യത്തിന് ലഭിച്ചു. 2017 സ്വാതി പുരസ്കാരം ലഭിച്ചത് വയലിനിസ്റ്റ് L സുബ്രഹ്മണ്യമാണ്. കേരള മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമായ സ്ട്രെയിറ്റ് ഫോർവേഡിന് ISO അംഗീകാരം ലഭിച്ചു. നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ ഇന്ത്യയിലെ മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനവും കേരളത്തിന് ലഭിച്ചു. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പൂടനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് 1ാം സ്ഥാനം. ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടി. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ഗ്രന്ഥകാരനുമായിരുന്ന പുതുപ്പള്ളി രാഘവന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G സുധാകരന് ലഭിച്ചു. ഗോത്രവിഭാഗത്തിൽ നിന്ന് IAS നേടിയ മലയാളിയായ ശ്രീധന്യ സുരേഷ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി 410 റാങ്ക് നേടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി സഹായ ഹസ്തം. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതയായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ ഈ പദവിയിൽ എത്തുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ എമറിറ്റസ് പ്രൊഫസറായി MT വാസുദേവൻ നായരെ നിയമിച്ചു.
കെ ഫോൺ 2020 സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുവാനും അതോടൊപ്പം ഇന്റർനെറ്റ് ഒരു മൗലികാവകാശവുമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി കോക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കി. കെൽട്രോൺ, UST ഗ്ലോബൽ, ഇന്റൽ, KSIDC, ആക്സിലറോൺ എന്നിവരാണ് പങ്കാളികൾ. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊല്ലാപ്പ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാത്കരൺ പുരസ്കാരം നെടുമ്പങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഖത്തല പഞ്ചായത്തും മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് അർഹരായി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി KV മനോജ് കുമാർ നിയമിതനായി. 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ഹർഷം എന്ന പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ലക്ഷം വീട് കോളനികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ന്യൂ ലൈഫ് എന്ന പേരിൽ ഒരു സമഗ്ര കോളനി നവീകരണ പദ്ധതി നടപ്പിലാക്കി വരുന്നു. പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മാതൃജ്യോതി. വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFEയുടെ പദ്ധതി വിദ്യാശ്രീ. മലപ്പുറം ജില്ലയിലെ കരിമ്പുഴയിൽ കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം നിലവിൽ വന്നു. 227.97 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. ഈ വന്യജീവി സങ്കേതം അമരമ്പലം, വടക്കേക്കോട്ട എന്നീ വനപ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ്. വിദ്യാലയങ്ങൾ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനംവകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ 2020 ബഷീർ ബാല്യകാലസഖി പുരസ്കാരത്തിന് സാഹിത്യകാരനായ പെരുമ്പടവം ശ്രീധരനും ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് ഡോക്ടർ VP ഗംഗാധരനും അർഹരായി. പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ലോകബാങ്കിന്റെ പദ്ധതിയിൽ കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സമഗ്ര ശിക്ഷ അഭിയാനുമായി ചേർന്ന് സ്ട്രെങ്തനിങ് ടീച്ചിംഗ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ്സ് സ്റ്റാർസ് എന്നതാണ് പദ്ധതി. 6 വർഷമാണ് പദ്ധതി കാലാവധി. എറണാകുളം ജില്ലയിൽ കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായി O സജിത ചുമതലയേറ്റു. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന സുബല ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ സുബല പാർക്ക് നിലവിൽ വരും. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനം. ശിശു സംരക്ഷണ സ്ഥാപനത്തിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ മാനസികോല്ലാസം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ ചൈൽഡ് കെയർ. മൂന്നാറിൽ നിന്നും 25 കിലോമീറ്റർ അകലെയുള്ള പെട്ടിമുടിയിൽ ഉരുൾപൊട്ടലുണ്ടായി. തൃശൂർ ജില്ലയിലെ മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ എന്നിവ 2019 മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കി. കേരളത്തിൽ വിധവകളെ സംരക്ഷിക്കുന്നതിനായി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതിനായി അഭയകിരണം എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ ആരംഭിച്ചു. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് പരിരക്ഷ. MV ശ്രേയസ് കുമാർ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരതപ്പുഴയുടെ സാഹിത്യ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിള ഹെറിറ്റേജ് മ്യൂസിയം നിലവിൽ വരും. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ കേരളത്തിലെ 13ാമത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ ടാക്സി സർവീസ് ആലപ്പുഴയിൽ ആരംഭിക്കും. കണ്ണൂർ ജില്ലയിലെ മയിൽ പഞ്ചായത്ത്
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്തായി തിരഞ്ഞെടുത്തു. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിംഗ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്ത് നിലവിൽ വരും. നമുക്ക് ജാതിയില്ല വിളംബരത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് കേരള സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. കേരളത്തിലെ 2000 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ മാടക്കത്തറയിൽ നിലവിൽ വരും. ഇടുക്കി ജില്ലയിലെ വട്ടവടയിൽ ജാതി വിവേചനം നിലനിന്നിരുന്ന ബാർബർ ഷോപ്പുകളുടെ ലൈസൻസ് പഞ്ചായത്ത് റദ്ദാക്കി. ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ അവാർഡ് കേരളത്തിന് ലഭിച്ചു. കേരള ടൂറിസത്തിന്റെ ഹ്യൂമൻ ബൈ നേച്ചർ എന്ന പ്രചരണ പരിപാടിയിലൂടെ കേരള സംസ്ഥാനത്തിന് ഈ വർഷത്തെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗ്രാൻഡ് പുരസ്കാരം ലഭിച്ചു. കേരളത്തിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങപ്പാറയിൽ നിലവിൽ വന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഷിപ്പിംഗ് മേഖലയിലെ പ്രഥമ പരിസ്ഥിതി സൗഹാർദ്ദ കമ്പനി എന്ന ബഹുമതി നേടി. ആലപ്പുഴയിൽ രാജാ കേശവദാസ് സ്മാരക ആർട്സ് ഗാലറി നിലവിൽ വന്നു. കേരള സർക്കാരിന്റെ എൻ്റെ ക്ഷയരോഗമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രഥമ അക്ഷര കേരളം പുരസ്കാരം വെള്ളർദ ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി. കേരള ലളിതകലാ അക്കാദമി ഏർപ്പെടുത്തിയ രാജാ രവിവർമ്മ പുരസ്കാരത്തിന് 2018 പാരിസ് വിശ്വനാഥനും 2019 BD ദത്തൻ എന്നിവർ അർഹരായി. കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാത പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പടി തുരങ്കപാത. താമരശ്ശേരി ചുരത്തിന് ബദലായുള്ളതാണ് ഈ പാത. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നിലവിൽ വരുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി നിലവിൽ വന്നു. KSRTC ലോജിസ്റ്റിക്സ് എന്ന പേരിൽ KSRTC പാഴ്സൽ സർവീസ് ആരംഭിച്ചു. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്ത് സ്ഥാപിതമായി. കേരള, മഹാത്മാഗാന്ധി, കാലിക്കറ്റ്, കണ്ണൂർ എന്നീ സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങൾ സംയോജിപ്പിച്ചാണ് ഓപ്പൺ സർവകലാശാല രൂപീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് നിലവിൽ വരും. 44ാം വയലാർ അവാർഡിന് കവി ഏഴാച്ചേരി രാമചന്ദ്രൻ അർഹനായി. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം തിരുവനന്തപുരത്തും പോർട്ട് മ്യൂസിയം ആലപ്പുഴയിലും നിലവിൽ വരും. ഗോപിനാഥ് മുതുകാടിനെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരളം പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തു. കേരളത്തിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയുടെ ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് പുഴുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത്, തൃശൂർ ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് തൃശൂർ ജില്ലയിലെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത് കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്ക് പഞ്ചായത്ത്. ഹരിത കേരള മിഷൻ നടപ്പിലാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ യാഥാർത്ഥ്യമാക്കിയ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ല ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി മാറി. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരും. കെ രാഘവൻ മാസ്റ്റർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു.
പ്രശസ്ത കവിയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു. PSC വഴിയുള്ള നിയമനങ്ങളിൽ സാമ്പത്തിക സംവരണം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 50ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ. മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട്. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, വികൃതി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് സുരാജ് വെഞ്ഞാറമൂടിനെ മികച്ച നടൻ അർഹനാക്കിയത്. മികച്ച നടി കനി കുസൃതി. സിനിമ ബിരിയാണി. മികച്ച ചലച്ചിത്രം വാസന്തി. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. സിനിമ ജല്ലിക്കെട്ട്. മികച്ച കുട്ടികളുടെ ചിത്രം നാനി. മികച്ച സംഗീത സംവിധായകൻ സുശീൽ ശ്യാം. മികച്ച ഗായകൻ നജീം അർഷാദ്. മികച്ച ഗായിക മധുശ്രീ നാരായണൻ. മികച്ച നവാഗത സംവിധായകൻ രതീഷ് പൊതുവാൾ. കലാമൂല്യമുള്ള ചിത്രം മികച്ച ജനപ്രിയ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. മികച്ച സ്വഭാവ നടൻ ഭഗത് ഫാസിൽ. മികച്ച സ്വഭാവ നടി സ്വാസിക വിജയ്. 44ാം ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2019. മികച്ച നടൻ നിവിൻ പോളി. സിനിമ മൂത്തോൻ. മികച്ച നടി മഞ്ജു വാര്യർ. സിനിമ പ്രദീപ് പൂവൻകോഴി. മികച്ച ചലച്ചിത്രം ജല്ലിക്കെട്ട്. ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് മമ്മൂട്ടി. ചലച്ചിത്രരത്നം പുരസ്കാരം ലഭിച്ചത് ഹരിഹരന്. എഴുത്തച്ഛൻ പുരസ്കാരം ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ സക്രിയയ്ക്ക് ലഭിച്ചു. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാളിയായ പ്രിയങ്ക രാധാകൃഷ്ണൻ ന്യൂസിലാൻഡ് സർക്കാരിൽ മന്ത്രി പദവിയിൽ എത്തുന്ന ആദ്യ ഇന്ത്യക്കാരിയായി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ചലച്ചിത്ര സംവിധായകൻ ഹരിഹരനാണ്. സാഹിത്യ മികവിന് പത്മപ്രഭ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പത്മപ്രഭ പുരസ്കാരത്തിന് കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി അർഹനായി. വർഷത്തിൽ 364 ദിവസവും മണ്ണിനടിയിൽ വസിക്കുകയും പ്രജനനത്തിനായി ഒരു ദിവസം മാത്രം പുറത്തെത്തുകയും ചെയ്യുന്ന പാതാളത്തവളയെ അല്ലെങ്കിൽ മഹാബലി തവള കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിച്ചേക്കും. പശ്ചിമഘട്ടത്തിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. നാസിക ബട്രാക്കസ് സഖ്യാദ്രൻസിസ് എന്നതാണ് ശാസ്ത്രീയ നാമം. പർപ്പിൾ ഫ്രോഗ് എന്നും അറിയപ്പെടുന്നു. ആരോഗ്യമന്ത്രി KK ശൈലജ പ്രമുഖ ഫാഷൻ മാഗസീനായ വോഗ് ഇന്ത്യയുടെ വുമൺ ഓഫ് ദി ഇയർ സീരീസിൽ ഇടം നേടി. മന്ത്രിയുടെ മുഖചിത്രവുമായാണ് മാഗസീന്റെ പുതിയ ലക്കം പുറത്തിറങ്ങിയത്. വോഗ് വാരിയേഴ്സ് പട്ടികയിലും നേരത്തെ മന്ത്രി ഇടം പിടിച്ചിരുന്നു. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിവർഷം 2000 രൂപ നിരക്കിൽ റോയൽറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ സ്ഥാപിതമായി. പ്രേം നസീർ സ്മാരക സമുച്ചയം തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിൽ നിലവിൽ വരും. കേരള സർവകലാശാലയിലെ ഡോക്ടർ TS അനിരുദ്ധൻ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാല തയ്യാറാക്കിയ മികച്ച ശാസ്ത്രജ്ഞരുടെ ലോക റാങ്കിങ്ങിൽ ഇടം നേടി. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച ഭരണനിർവഹണ സംസ്ഥാനമെന്ന പദവി ലഭിച്ചത് കേരളത്തിനാണ്. മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. ദേശീയ നവജാത കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ രാജ്യത്ത് കേരളം ഒന്നാമതെത്തി. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മനുഷ്യവിഭവശേഷി വിഭാഗത്തിലെ പട്ടികയിൽ കൈറ്റ് ഒന്നാമതെത്തി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പ്രളയാനന്തര കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി റീബിൽഡ് കേരള പദ്ധതിക്ക് കീഴിൽ ആരംഭിച്ച സംയോജിത കാർഷിക പദ്ധതിയാണ് ജൈവഗൃഹം. സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള
2020 സഞ്ജയൻ അവാർഡ് NK ദേശത്തിന് ലഭിച്ചു. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ജല്ലിക്കെട്ട് ഓസ്കാറിൽ വിദേശ ഭാഷാ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവൽകൃത കേന്ദ്രഭരണ പ്രദേശം എന്ന ബഹുമതി ലക്ഷദ്വീപിന് ലഭിച്ചു. ഇൻഫോസിസിന് UN പുരസ്കാരം. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായകമായ പരിസ്ഥിതി പ്രവർത്തനത്തിന് പ്രമുഖ IT സ്ഥാപനമായ ഇൻഫോസിസിന് UN ഗ്ലോബൽ ആക്ഷൻ അവാർഡ്. ക്ലൈമറ്റ് ന്യൂട്രൽ നൗ വിഭാഗത്തിലാണ് പുരസ്കാരം. ഈ പുരസ്കാരം സ്വന്തമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഇൻഫോസിസ്. പൗരത്വ ഭേദഗതി ബിൽ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ബിൽ ലോകസഭയും രാജ്യസഭയും പാസാക്കിയതിനെ തുടർന്ന് രാഷ്ട്രപതി ഒപ്പുവെച്ചതോടെ നിയമമായി. ഇന്ത്യയുടെ PSLVയുടെ 50ാം വിക്ഷേപണ ദൗത്യം വിജയകരം. ഭൗമ നിരീക്ഷണത്തിനായുള്ള പുത്തൻ റഡാർ ഇമേജിംഗ് ഉപഗ്രഹം റീസാറ്റ് 2 BR1നെ PSLV-C-48 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ചു. റീസാറ്റിനൊപ്പം അമേരിക്കയുടെ 6 കൃത്രിമ ഉപഗ്രഹങ്ങളും ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത്. ജനറൽ ബിപിൻ റാവത്ത് ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവനായി ചുമതലയേറ്റു. രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPACയുടെ ബ്യൂറോ അംഗമായി ഇന്ത്യക്കാരനായ ബിപുൽ ബഹരി സാഹയെ തെരഞ്ഞെടുത്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം INS വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിൽ അറസ്റ്റഡ് ലാൻഡിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിജയകരമായി ഇറക്കി. ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമാണ് ഇന്ത്യ. രാജ്യത്തെ 2ാമത്തെ സ്വകാര്യ തീവണ്ടി അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചു. ലക്നൗ ഡൽഹി തേജസ് എക്സ്പ്രസ് ആണ് ആദ്യത്തെ സ്വകാര്യ തീവണ്ടി. ഇന്ധന സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചരണ പരിപാടിയാണ് സക്ഷം. 5ാമത് സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യക്ക് വേദിയായത് ഗോവ. ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിക്ക് വേദിയായത് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക്. ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക് നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ഡയറക്ടറായി നിയമിതനായി. 29ാം സരസ്വതി സമ്മാനത്തിന് സിന്ധി സാഹിത്യകാരനായ വാസുദേവ് മോഹിയുടെ ചെക്ക് ബുക്ക് എന്ന ചെറുകഥാ സമാഹാരം അർഹമായി. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ തെരഞ്ഞെടുക്കപ്പെട്ടു. DRDO വികസിപ്പിച്ച 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ആണവ മിസൈൽ വിശാഖപട്ടണത്ത് നിന്നും വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ഭീരത് നഗറിൽ ഇന്ത്യ നേപ്പാൾ സംയോജിത ചെക്ക് പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രി ഖദ്യ പ്രസാദ് ശർമ്മ ഒലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വ്യോമസേന സുഖോയ് 30 MKI വിമാനവ്യൂഹത്തെ സേനയിൽ ഉൾപ്പെടുത്തി. ശബ്ദാതിവേഗ മിസൈലായ ബ്രഹ്മോസ് ഘടിപ്പിക്കാൻ കഴിയുന്ന യുദ്ധവിമാനമാണിത്. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രികർക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഗഗൻയാൻ പദ്ധതിയുടെ പരീക്ഷണ വിക്ഷേപണങ്ങൾക്കായി ISRO നിർമ്മിച്ച റോബോട്ടാണ് വ്യോമമിത്ര. 2020 ദേശീയ സമ്മതിദാന ദിനത്തിന്റെ സന്ദേശം ഇലക്ട്രൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി. ദേശീയ സമ്മതിദാന ദിനം ജനുവരി 25. ഇന്ത്യയിലെ ആദ്യത്തെ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത് ഭോപ്പാൽ, മധ്യപ്രദേശ്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 2020 പത്മഭൂഷൺ നേടിയ മലയാളിയായ ആത്മീയ ആചാര്യൻ M. മുംതാസ് അലി. ഇദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് ശ്രീ M. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാൾ എന്ന വനിതയുടെ ജീവിതകഥ പ്രമേയമാക്കി മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്ത് ദീപിക പദുക്കോൺ വേഷമിട്ട ചലച്ചിത്രം ചാപ്പക്. ശാസ്ത്ര സാങ്കേതിക രംഗത്തുനിന്ന് പത്മശ്രീ നേടിയ മലയാളി KS മണിലാൽ. ആന്ധ്രാപ്രദേശ് നിയമസഭയുടെ ഉപരിസഭയായ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴിവാക്കാൻ ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ തീരുമാനിച്ചു.
ഇതോടുകൂടി കേരള നിയമസഭയുടെ മാതൃകയിൽ ഒരു സഭ മാത്രമുള്ള നിയമസഭയായി ആന്ധ്രാപ്രദേശ് മാറി. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡറായി തരൺജിത് സിംഗ് സന്ധു നിയമിതനായി. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രമായ കൻഹ ശാന്തിവനം ഹൈദരാബാദിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2019-2020 ഇന്ത്യയുടെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരണം നടത്തിയത് നിർമ്മല സീതാരാമൻ. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി എം അജിത് കുമാർ. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് ഹിന്ദി കവിയും നോവലിസ്റ്റുമായ വിനോദ് കുമാർ ശുക്ലയുടെ ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന പുസ്തകം അർഹമായി. റഷ്യയും ഇന്ത്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ കാമോ 226 THAL റഷ്യൻ കമ്പനികളുമായി ചേർന്ന് കർണാടകയിലെ തുമക്കുരുവിലാണ് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഫിനിക്സ് ട്രസ്റ്റിന്റെ 2020 ഗാന്ധിയൻ പുരസ്കാരത്തിന് കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ PP ബാലൻ അർഹനായി. സൗദി അറേബ്യയിൽ ആജീവനാന്ത സ്ഥിരതാമസത്തിനായി നൽകുന്ന പ്രീമിയം റെസിഡൻസി കാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ MA യൂസഫ് അലി. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് റീജിയണൽ ഹബ് ക്യാമ്പസ് കൊൽക്കത്തയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു. DRDOയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും മേക്കിംഗ് ഇന്ത്യ പദ്ധതി പ്രകാരം സംയുക്തമായി നിർമ്മിച്ച റഡാർ സംവിധാനമായ സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ വാങ്ങുവാൻ യൂറോപ്യൻ രാജ്യമായ അർമേനിയ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ടു. 2020 ഏപ്രിൽ 1 മുതൽ 10 പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ച് 4 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ലയനത്തിനു ശേഷം അവശേഷിക്കുന്ന 4 ബാങ്കുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. 61ാമത് കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ 15 കലാകാരന്മാർക്ക് സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ച മലയാളികളാണ് അനൂപ് മാൻസുകി ഗോപി, സുനിൽ തിരുവയ്യൂർ. ദേശീയപാതകളിലെ എല്ലാ ക്രോസിംഗുകളും പാലങ്ങൾ വഴിയാക്കുവാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു. സേതു ഭാരതം പദ്ധതിയുടെ കീഴിലാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത്. ഇന്ത്യ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത പുതിയ നിരീക്ഷണ കപ്പൽ ICGS വരദ്. പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ദേശീയോദ്യാനമാണ് ചമ്പൽ ദേശീയോദ്യാനം. കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതിയായ സമഗ്ര ശിക്ഷയുടെ നടപ്പിലാക്കലിൽ കേരളം തുടർച്ചയായ 2ാം വർഷവും ഒന്നാമതെത്തി. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭാ അംഗമായി രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. 2019 ഡിസംബർ 16 നടന്ന ഡൽഹി കൂട്ടമാനഭംഗ കേസ് നിർഭയ കേസ് പ്രതികളെ 2020 മാർച്ച് 20 തൂക്കിലേറ്റി. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായി ശിവരാജ് സിംഗ് ചൗഹാൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയിലുടനീളം BS6 ഇന്ധനം ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അവശ്യമരുന്നുകൾ എത്തിക്കുന്നതിനായി നടത്തുന്ന ചരക്ക് വിമാനങ്ങളുടെ സർവീസ് ലൈഫ് ലൈൻ ഉഡാൻ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. 1897 പകർച്ചവ്യാധി തടയൽ നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കി. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഓർഡിനൻസ്. 2020 ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം മൈ ബുക്ക് മൈ ഫ്രണ്ട് എന്ന പ്രചാരണ പരിപാടി ആരംഭിച്ചു. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണായി മാലിനി ശങ്കർ ചുമതലയേറ്റു. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി ഈ ഗ്രാം സ്വരാജ് എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായി TS തിരുമൂർത്തി നിയമിതനായി.
KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് അടൂർ ഗോപാലകൃഷ്ണൻ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് രാസവസ്തു നിർമ്മാണശാലയിൽ നിന്നും ചോർന്ന സ്റ്റെറീൻ വാതകം ശ്വസിച്ച് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. RR വെങ്കടപുരം ഗ്രാമത്തിൽ ദക്ഷിണ കൊറിയൻ കമ്പനി LG കെമ്മിന്റെ ഉടമസ്ഥതയിലുള്ള LG പോളിമേഴ്സിലാണ് വാതക ചോർച്ച ഉണ്ടായത്. സാനിയ മിർസ അന്തർദേശീയ ടെന്നീസ് ഫെഡറേഷന്റെ ഫെഡ് കപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി അധീർ രഞ്ജൻ ചൗധരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. അജയ് ടർക്കി വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായി. നാശം വിതച്ച് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തെത്തി. ബംഗാളിലെ ദിഘ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹാദിയ ദ്വീപിനുമിടയിലാണ് ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പ്രവേശിച്ചത്. മണിക്കൂറിൽ 160 മുതൽ 190 കിലോമീറ്റർ വേഗതയിലാണ് കരയിലെത്തിയത്. ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലാണ് ഈ ചുഴലിക്കാറ്റ് കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ചത്. മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞൻ ചിന്താല ഗോവിന്ദ രാജുലുവിനെ നബാർഡ് ചെയർമാനായി നിയമിച്ചു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്. രവീഷ് കുമാർ ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറായി നിയമിതനായി. UK-യിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ ഗേത്രി ഐ കുമാർ. മലപ്പുറം ജില്ലയിലെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സിൽ 2ാം സ്ഥാനം നേടി. കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡറായി സിബി ജോർജ് നിയമിതനായി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ വനിതാ വൈസ് ചാൻസലർ സോന ജെറിയ മിൻസ് ജാർഖണ്ഡ് സംസ്ഥാനത്തെ SKM യൂണിവേഴ്സിറ്റിയിൽ നിയമിതയായി. കാർഷിക രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസിന് ഇന്ത്യൻ വംശജനായ മണ്ണ് ഗവേഷകൻ ഡോക്ടർ രത്തൻലാൽ അർഹനായി. $2,00,000 സമ്മാനത്തുക. UN രക്ഷാസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ, അയർലൻഡ്, മെക്സിക്കോ, നോർവേ എന്നീ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യക്ക് ഈ താൽക്കാലിക അംഗത്വം 8ാം തവണയാണ് ലഭിക്കുന്നത്. 2 വർഷമാണ് കാലാവധി. 2020 പീസ് പ്രൈസ് ഓഫ് ജർമ്മൻ ബുക്ക് ട്രേഡിനെ ഇന്ത്യൻ വംശജനായ അമർത്യ സെൻ അർഹനായി. USA-യിലെ ലോസ് ഏഞ്ചൽസിൽ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നു. ഇന്ത്യക്ക് പുറത്ത് നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയാണിത്. ഇന്ദിരാമണി പാണ്ഡെ ഐക്യരാഷ്ട്രസഭയിലെയും ജനീവയിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലെയും ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അസമിലെ വന്യജീവി സങ്കേതമായ ബഹിം പട്കായ് വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് ദേശീയോദ്യാന പദവി ലഭിച്ചു. നഗരങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കുന്ന മൗസ മൊബൈൽ ആപ്പ് ഭൂമിശാസ്ത്ര വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ പുറത്തിറക്കി. ഇന്ത്യ, അമേരിക്ക സംയുക്തമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടത്തിയ നാവിക അഭ്യാസമാണ് പാസെക്സ്. രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ടായ ജലഗതാഗത വകുപ്പിന്റെ ആദ്യത്തേക്ക് അന്താരാഷ്ട്ര തലത്തിൽ നൽകുന്ന ഗുസ്താവ് ട്രോപ്പ് ബഹുമതി ലഭിച്ചു. ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയായ അർച്ചന സോരൻ ഐക്യരാഷ്ട്രസഭയുടെ യൂത്ത് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായി. ഡോക്ടർ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായ കമ്മിറ്റി ഫോർ ദി ഡ്രാഫ്റ്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയം 2020 ജൂലൈ 29 നിലവിൽ വന്നു. 3 വർഷത്തെ അംഗനവാടി അല്ലെങ്കിൽ പ്രീ സ്കൂൾ പഠനം ഉൾപ്പെടെ 12 വർഷത്തെ സ്കൂൾ പഠനമാണ് പുതിയ പാഠ്യപദ്ധതി. പാഠ്യരീതി 5+3+3+4 ആണ്. 5ാം ക്ലാസ് വരെയുള്ള പഠനം മാതൃഭാഷ അഥവാ പ്രാദേശിക ഭാഷയിലും 6ാം ക്ലാസ് മുതൽ ഇന്റേൺഷിപ്പോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവുമാണ് നിഷ്കർഷിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലായി ഗിരീഷ് ചന്ദ്ര മുർമു നിയമിതനായി. സെബിയുടെ ചെയർമാനായി അജയ് ത്യാഗി വീണ്ടും നിയമിതനായി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി പ്രദീപ് കുമാർ ജോഷി നിയമിതനായി. DRDO വികസിപ്പിച്ച നാഗ് വിഭാഗം മിസൈലുകൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു.
ധ്രുവാസ്ത്ര എന്ന പേരുള്ള ഈ മിസൈൽ ഒഡീഷയിലെ ബാലസോർ തീരത്താണ് പരീക്ഷിച്ചത്. ട്രെയിനിന്റെ കാലതാമസം, സാങ്കേതിക തകരാർ എന്നിവ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് OHE ഇൻസ്പെക്ഷൻ. കാശ്മീരിലെ കുങ്കുമത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഭൗമസൂചിക പദവി ലഭിച്ചു. കടലിലൂടെയുള്ള രാജ്യത്തെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു. ആൻഡമാനിലേക്ക് 2312 കിലോമീറ്റർ ദൂരത്തിലുള്ളതാണ് പദ്ധതി. സോമ മൊണ്ടേൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതയായി. ഇന്ത്യയിൽ എല്ലാവർക്കും ഡിജിറ്റൽ ആരോഗ്യ തിരിച്ചറിയൽ കാർഡുകൾ നൽകുക എന്ന ലക്ഷ്യത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് NDHM നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറലായി രാകേഷ് അസ്താന നിയമിതനായി. ചന്ദ്രോപരിതലത്തിൽ ഓർബിറ്റർ പകർത്തിയ ഗർത്തത്തിന് ISRO വിക്രം സാരാഭായുടെ പേര് നൽകി. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ അസമിലെ ഗുവാഹത്തിയും നോർത്ത് ഗുവാഹത്തിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്വേ നിലവിൽ വന്നു. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി അവിക് സർക്കാർ നിയമിതനായി. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ട്രീ പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ കമ്മീഷൻ ചെയ്തു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ അധ്യക്ഷനായി പരേഷ് റാവൽ നിയമിതനായി. കർണാടക സംസ്ഥാനത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് നിലവിൽ വന്നു. തമിഴ്നാട്ടിലെ വിരുദുനഗറിനെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഇക്കണോമി ജില്ലയായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തു. ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠനം നടത്തുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ അടുത്ത ദൗത്യമാണ് ശുക്രയാൻ 1. സബ് ലഫ്റ്റനന്റ് രതി സിംഗ്, സബ് ലഫ്റ്റനന്റ് കുമുദിനി ത്യാഗി എന്നിവർ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിൽ നിയമിതരായി. യുദ്ധക്കപ്പലുകളിൽ നിയമിതരാകുന്ന ആദ്യ വനിതകളാണിവർ. മനീഷ് ചൗഹാൻ പോർച്ചുഗലിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനായി. ശത്രുരാജ്യങ്ങളുടെ റഡാറുകളും നിരീക്ഷണ സംവിധാനങ്ങളും തിരിച്ചറിഞ്ഞ് തകർക്കാൻ കഴിയുന്ന ഇന്ത്യൻ വ്യോമസേന തദ്ദേശീയമായി പരീക്ഷിച്ച് വിജയിച്ച ആദ്യ ന്യൂ ജനറേഷൻ ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം ഫസ്റ്റ്. ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായി ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ നാവിക അഭ്യാസമാണ് ബോങ്കോ സാഗർ. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായി MA ഗണപതി നിയമിതനായി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി PD വഗേല നിയമിതനായി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലായ ശൗര്യ വിജയകരമായി പരീക്ഷിച്ചു. L ആദിമൂലം ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പ്രസിഡന്റായി നിയമിതനായി. വിശാൽ വി ശർമ്മ യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായി. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ നാവിക പതിപ്പ് അറബിക്കടലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. PSLV-49 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-01 അടക്കം 10 ഉപഗ്രഹങ്ങളെയാണ് PSLV-49 ഭ്രമണപഥത്തിലെത്തിച്ചത്. വിദേശ രാജ്യങ്ങളായ USA, ലക്സംബർഗ്, ലിത്വാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ളതായിരുന്നു 9 ഉപഗ്രഹങ്ങൾ. 10 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള ചെറുനഗരങ്ങൾ കേന്ദ്രീകരിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന മെട്രോ റെയിൽ പദ്ധതിയാണ് നിയോ മെട്രോ. ഇന്ത്യൻ നാവികസേനയുടെ 5ാം തലമുറ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി INS വാഗർ നീറ്റിലിറങ്ങി. ഇന്ത്യൻ കരസേന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 290 കിലോമീറ്റർ പ്രഹരപരിധിയും ശബ്ദത്തിന്റെ 2.8 മടങ്ങ് വേഗതയുള്ള മിസൈലാണിത്. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നിയമിതനായി. യുദ്ധക്കപ്പലുകൾ തകർക്കാൻ കെൽപ്പുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഇന്ത്യൻ നാവികസേന ബംഗാൾ ഉൾക്കടലിൽ INS വിജയ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചു. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത പ്രോജക്ട്. ഇന്ത്യൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ രാജ് കമൽ ജായുടെ ദ സിറ്റി ആൻഡ് ദ സീ എന്ന നോവലിനെ
2020 രവീന്ദ്രനാഥ ടാഗോർ ലിറ്റററി പുരസ്കാരം ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് ആരാംകോ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി ആരാംകോ പ്രാഥമിക ഓഹരി വിൽപ്പന വഴി $2,560 കോടി, ഏതാണ്ട് 1.82 ലക്ഷം കോടി രൂപ സമാഹരിച്ചു. ലോകത്ത് ഏറ്റവും അധികം വിപണി മൂല്യമുള്ള കമ്പനി എന്ന സ്ഥാനവും സൗദി അറേബ്യയിലെ ആരാംകോയ്ക്ക് ലഭിക്കും. അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസിയായ വാഡ കായിക രംഗത്തു നിന്ന് റഷ്യയെ 4 വർഷത്തേക്ക് വിലക്കി. ഇതോടെ റഷ്യയ്ക്ക് അടുത്ത 4 വർഷം അന്താരാഷ്ട്ര കായിക മേളകളിൽ പങ്കെടുക്കാനാവില്ല. 2021 നടക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സും 2022 ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പും റഷ്യയ്ക്ക് നഷ്ടമാകും. ദക്ഷിണാഫ്രിക്കക്കാരിയായ സോസിബെനി തുൻസി വിശ്വസുന്ദരിയായി. യുവതലമുറയിലെ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന ചോദ്യത്തിന് നേതൃപാഠവുമെന്ന ഉത്തരമാണ് സോസിബെനിയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. ടൈം പേഴ്സൺ ഓഫ് ദി ഇയറായി പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബെർഗിനെ തിരഞ്ഞെടുത്തു. ഈ ബഹുമതിയുടെ ചരിത്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് 16-കാരിയായ ഗ്രേറ്റ. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ സ്വീഡിഷ് പാർലമെന്റിന് പുറത്ത് ഗ്രേറ്റ തുടങ്ങിയ പ്രതിഷേധം ലോകമെമ്പാടുമുള്ള ലക്ഷങ്ങൾ ഏറ്റെടുത്തിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടി വിജയം നേടി. ലോകസുന്ദരി കിരീടം ജമൈക്കക്കാരി ടോണി ആൻസിങ്ങിന്. ടോണിയുടെ പിതാവ് ഇന്ത്യൻ വംശജനാണ്. 2ാം സ്ഥാനം ഒഫീലി മെസിനോ, ഫ്രാൻസ്. 3ാം സ്ഥാനം സുമൻ റാവു, ഇന്ത്യ. 25ാം UN കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി നടന്നത് സ്പെയിനിലെ മാൻഡ്രിഡ്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി ഫിൻലാൻഡിലെ 34-കാരി സന്ന മാരിൻ ചരിത്രം കുറിച്ചു. 77ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച ചിത്രം 1917. മികച്ച നടനുള്ള പുരസ്കാരം ജോക്കറിലെ അഭിനയത്തിന് ജാക്വിൻ ഫിനിക്സ് സ്വന്തമാക്കി. ഒമാന്റെ ഭരണാധികാരിയായി സുൽത്താൻ ഖൈതം ബിൻ താരിഖ് ബിൻ തൈമൂർ അൽ സഈദ് അധികാരമേറ്റു. ലോകത്തിലെ ഏറ്റവും വലിയ കരകൗശലമേളയായ സൂരജ് കുണ്ഡ് മേള 2020 ഫെബ്രുവരി 1 ഹരിയാനയിലെ ഫരീദാബാദിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാനെ ചുഴലിക്കാറ്റിന്റെ കെടുതികളിൽ സഹായം എത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വാനില. ഏഷ്യ പസഫിക് മേഖലയിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇയർ 2020 റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ പിങ്ക് സിറ്റി ജയ്പൂരിനെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനമായി പ്രഖ്യാപിച്ചു. 328 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിന് ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രിക ക്രിസ്റ്റീന കോച്ച് ഭൂമിയിൽ തിരിച്ചെത്തി. ബ്രിട്ടനിലേക്കുള്ള യൂറോപ്യൻ യൂണിയന്റെ പ്രഥമ അംബാസഡർ ജാവോ വാലെ ദി അൽമേദ, പോർച്ചുഗൽ. മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മുഹിയുദ്ദീൻ യാസീൻ. BBC വേൾഡ് ഹിസ്റ്ററി മാഗസിൻ ലോക ചരിത്രത്തിലെ എക്കാലത്തെ മഹാനായ നേതാവായി തെരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത് സിംഗ്. 2020 കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡ് ലഭിച്ചത് യാദവ് പായങ്ക്. ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആസാമീസ് പരിസ്ഥിതി പ്രവർത്തകനാണ് ഇദ്ദേഹം. ആങ് സാൻ സൂകിക്ക് ബ്രിട്ടൻ നൽകിയ ഫ്രീഡം ഓഫ് സിറ്റി പുരസ്കാരം തിരിച്ചെടുത്തു. ഗണിതശാസ്ത്ര രംഗത്തെ സംഭാവനകൾക്ക് നൽകുന്ന 2020 ആബേൽ പുരസ്കാരത്തിന് ഗിഹൽ ഫെർസ്റ്റൻബർഗും ഗ്രിഹറി മാർഗുലിസും അർഹരായി. 2022 ചൈനയിലെ ഹാങ്ഷുവിൽ നടക്കുന്ന 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ദി സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകൾ. റോബോട്ടുകളുടെ പേരുകൾ കോങ് കോങ്, ലിയ ലിയാൻ, ചെൻ ചെൻ. ഏപ്രിൽ 5 അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചു. ലോകാരോഗ്യ സംഘടന 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയി ആചരിച്ചു.
നാസ വിക്ഷേപിച്ച ദൂരദർശിനിയായ ഹബിൾ ടെലസ്കോപ്പ് 30 വർഷം പൂർത്തിയാക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി വിംബിൾട്ടൺ ടൂർണമെന്റ് ഉപേക്ഷിച്ചു. സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ എന്നതാണ് 2020 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ഈയിടെ പ്രായപൂർത്തിയാകാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം സൗദി അറേബ്യ. ഇറാഖിന്റെ പുതിയ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി. UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയുടെ ഗുഡ്വിൽ അംബാസഡറായി ദിയ മിർസ നിയമിതയായി. ഇറാഖിന്റെ പുതിയ കറൻസി തൊമാൻ. ബഹിരാകാശ മനുഷ്യദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിച്ചു. സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യമാണിത്. നാസയുമായി ചേർന്ന് നടത്തിയ ദൗത്യത്തിൽ US സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെട്ടു. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻകൻ എന്നിവരാണ് സഞ്ചാരികൾ. ഡെമോ 2 എന്നതാണ് ദൗത്യത്തിന്റെ പേര്. UN സമാധാന ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ മേജർ സുമൻ ഗാവാനിക്കിന് 2019 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ്. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ചുമതലയേറ്റു. ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡെ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്സ് എന്ന കൃതിക്ക് ഏഷ്യൻ മേഖലയിലേക്കുള്ള വിഭാഗത്തിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പുരസ്കാരം ലഭിച്ചു. നോബൽ സമ്മാനത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന 2020 ടെമ്പിൾട്ടൺ സമ്മാനത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ ഫ്രാൻസിസ് കൊളിൻസ് അർഹനായി. 10 കോടി രൂപയാണ് സമ്മാനത്തുക. അമേരിക്കയിലെ മിന്നാപോളിസിൽ കറുത്ത വർഗ്ഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനെതിരെ US-ൽ വൻ പ്രതിഷേധം അലയടിച്ചു. ഫ്ലോയിഡിന്റെ കൊലപാതകത്തിന് പിന്നാലെ വീണ്ടും മറ്റൊരു ആഫ്രിക്കൻ വംശജനായ റെയ്ഷാർഡ് ബ്രൂക്സ് പോലീസിന്റെ വെടിയേറ്റു മരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരനായ ജനറൽ ചാൾസ് ക്യൂ ബ്രൗൺ ജൂനിയർ വ്യോമസേനാധിപനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1984 ആദ്യ ബഹിരാകാശ നടത്തം ചെയ്ത അമേരിക്കൻ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ കാത്തി സള്ളിവന് സമുദ്ര പര്യവേഷണത്തിലും റെക്കോർഡ്. അന്തർവാഹിനിയിൽ ഭൂനിരപ്പിൽ നിന്ന് 36,000 അടി ആഴത്തിലെത്തിയാണ് പുതിയ റെക്കോർഡിന് ഉടമയായത്. 408 കിലോമീറ്റർ അകലെയുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയവും ചലഞ്ചർ ദ്വീപും സന്ദർശിക്കുന്ന ആദ്യ വ്യക്തിയാണ്. ബ്രിട്ടൻ അന്തർവാഹിനിയിലാണ് ചലഞ്ചർ ദ്വീപ് സന്ദർശിച്ചത്. 2019 ഒക്ടോബർ 31 തെക്കൻ ബ്രസീലിൽ 700 കിലോമീറ്ററിലുണ്ടായ മിന്നൽ പിണറിന് ലോക റെക്കോർഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ ഏജൻസിയാണ് പ്രസ്തുത വിവരം ലോകത്തെ അറിയിച്ചത്. പാക് സൈന്യത്തിൽ ലഫ്റ്റനന്റ് ജനറലായി നിഗർ ജോഹർ നിയമിതയായി. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണിത്. ലോക ബാഡ്മിന്റണിലെ അതുല്യ പ്രതിഭയെന്ന ചൈനയുടെ ലിൻഡാൻ വിരമിച്ചു. 2 ഒളിമ്പിക് സ്വർണം, 5 ലോക കിരീടം ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. UAEയുടെ ചൊവ്വാ ദൗത്യം വിക്ഷേപണത്തിന്റെ ആദ്യഘട്ടം വിജയം. അറബ് മേഖലയിൽ നിന്നുള്ള ആദ്യ ചൊവ്വാ ദൗത്യമാണിത്. ജപ്പാനിലെ തനേഗഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും മിറ്റുസുബിഷി H2A റോക്കറ്റിലാണ് വിക്ഷേപണം നടന്നത്. അശോക് ലവാസ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി നിയമിതനായി. ഗാബോൺ രാജ്യത്തിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി റോസ് ക്രിസ്റ്റ്യൻ ഒസുക്കോ റാപ്പോണ്ട നിയമിതയായി. ബുക്കർ പുരസ്കാരം നിർണ്ണയിക്കാൻ തെരഞ്ഞെടുത്ത 162 നോവലുകളിൽ നിന്നും 13 നോവലുകൾ അടങ്ങുന്ന ആദ്യ പട്ടിക പുറത്തുവിട്ടപ്പോൾ ഇന്ത്യൻ വംശജയായ അവ്നി ദോഷിയുടെ ബേൺഡ് ഷുഗർ എന്ന നോവലും പട്ടികയിൽ ഇടം നേടി. സ്കോട്ടിഷ് എഴുത്തുകാരനായ ഡഗ്ലസ് സ്റ്റുവർട്ടിന്റെ നോവലായ ഷഗ്ഗി ബെയിനാണ് 2020 ബുക്കർ പ്രൈസ് നേടിയ കൃതി.
ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കൃതികൾക്ക് നൽകുന്ന ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം മരിക്ക ലൂക്കാസ് റിജൻവെൽഡിന് ലഭിച്ചു. ദി ഡിസ്കംഫർട്ട് ഓഫ് ഈവനിംഗ് എന്ന ഡച്ച് നോവലിനാണ് ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം ലഭിച്ചത്. ഈ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മരിക്ക ലൂക്കാസ് റിജൻവെൽഡ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രമായി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത മൂത്തോൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച നടൻ നിവിൻ പോളി, മികച്ച നടി ഗാർഗി ആനന്ദൻ, മികച്ച സംവിധായകൻ അചൽ മിശ്ര. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി മഹീന്ദ്ര രാജപക്സെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സൈനിക അട്ടിമറിയെ തുടർന്ന് മാലി പ്രസിഡന്റ് ഇബ്രാഹിം ബൗബക്കർ രാജിവെച്ചു. ചൊവ്വാഗ്രഹത്തിലെ ജീവന്റെ അടയാളങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചൊവ്വ പര്യവേക്ഷണ വാഹനം വിക്ഷേപിച്ചു. അറ്റ്ലസ് 5 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഈ പര്യവേക്ഷണ വാഹനമായ 6 ചക്രങ്ങളുള്ള റോവർ 7 മാസമെടുത്ത് 480 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ചൈന ആദ്യമായി ചൊവ്വാ ദൗത്യമായ ടിയാൻവൻ 1 അഥവാ വർഗീയ ദൗത്യത്തിനായുള്ള അന്വേഷണം 1 എന്ന പേടകം വിജയകരമായി വിക്ഷേപിച്ചു. ഏറ്റവും അധികം കാലം ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന, അതായത് ഏകദേശം 8 വർഷത്തോളം, ഷിൻസോ ആബെ രാജിവെച്ചു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് രാജിക്ക് കാരണം. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ പുതിയ പ്രസിഡന്റായി ലൂയിസ് റൊഡോൾഫോ അബിനാദർ നിയമിതനായി. അമേരിക്കയുടെ സബ്മിറ്റിനെ മറികടന്ന് ജപ്പാന്റെ ഫുഗാക്കു ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറായി മാറി. ജസീന്ത ആൾഡേൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ബവി മെയ്സാക് ചുഴലിക്കാറ്റുകൾ കൊറിയയിൽ വൻ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ 2020 ഓഗസ്റ്റിൽ ലോകാരോഗ്യ സംഘടന വേൾഡ് പോളിയോ വൈറസ് മുക്തമായി പ്രഖ്യാപിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഏറ്റവും പ്രശസ്തമായ സാഹിത്യ പുരസ്കാരങ്ങളിൽ ഒന്നായ ഫ്രാൻസ് കാഫ്ക സമ്മാനം മിലൻ കുന്ദേരയ്ക്ക്. അലക്സാണ്ടർ ഡിക്രൂ ബെൽജിയത്തിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായി. ഐശ്വര്യ ശ്രീധർ 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹമായി. ആൽഫ കൊണ്ട 3ാം തവണയും വിജയിച്ച് ഗിനിയുടെ പ്രസിഡന്റായി. 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയാണ് അവ മുർട്ടോ. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോ ബൈഡൻ അമേരിക്കയുടെ 46ാം പ്രസിഡന്റായി 2021 ജനുവരി 20 സ്ഥാനമേറ്റു. അമേരിക്കയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ബൈഡൻ. ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് അമേരിക്കയുടെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ലൂയിസ് ആർസെ ബൊളീവിയയുടെ പ്രസിഡന്റായി അധികാരമേറ്റു. ബംഗ്ലാദേശിലെ സാദത്ത് റഹ്മാൻ 2020 ഇന്റർനാഷണൽ ചിൽഡ്രൻസ് പീസ് പ്രൈസിന് അർഹനായി. അർഖം ഒ ടൽസാനിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന ഗിന്നസ് റെക്കോർഡ് അർഹനായി. ഇന്ത്യൻ വംശജനായ അനിൽ സോണി WHO ഫൗണ്ടേഷന്റെ പ്രഥമ CEO ആയി നിയമിതനായി. കുവൈറ്റ് പ്രധാനമന്ത്രിയായി ഷെയ്ഖ് സാബ അൽ ഖാലിദ് അൽ ഖമദ് അൽ സാബ വീണ്ടും നിയമിതനായി. 92 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിലാദ്യമായി ഒരു വിദേശ ഭാഷാ ചിത്രം മികച്ച ചിത്രത്തിനുള്ള ബഹുമതി നേടി. ആദ്യമായാണ് ഒരു ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം ഈ പുരസ്കാരം നേടുന്നത്. പാരാസൈറ്റ് ആണ് ഈ ചിത്രം. മികച്ച സംവിധായകൻ ബോങ് ജൂൻഹോ. തിരക്കഥ, മികച്ച വിദേശ ഭാഷാ ചിത്രം എന്നിങ്ങനെ 4 ഓസ്കാറുകൾ ഈ ചലച്ചിത്രം വാരിക്കൂട്ടി. മികച്ച നടൻ ജാക്വിൻ ഫിനിക്സ്. ചിത്രം ജോക്കർ. സംവിധാനം ടോഡ് ഫിലിപ്സ്. മികച്ച നടി റിനെ സെൽവിഗർ. ചിത്രം ജൂഡി. സംവിധാനം റൂബർട്ട് ഗോൾഡ്. നോബൽ പുരസ്കാരങ്ങൾ. 2020 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് റോജർ പെൻറോസ്, ബ്രിട്ടൻ; റെയിൻഹാർഡ് ജെൻസൽ, ജർമ്മനി; ആൻഡ്രിയ ഗെസ്, അമേരിക്ക. തമോഗർത്തത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്.
2020 സാമ്പത്തിക ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് പോൾ ആർ മെൽഗ്രോം, അമേരിക്ക. റോബർട്ട് വിൽസൺ, അമേരിക്ക. 2020 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഇറ്റലിയിലെ റോം ആസ്ഥാനമായുള്ള UN വേൾഡ് ഫുഡ് പ്രോഗ്രാം. 2020 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഹാർവി ജെ ആൾട്ടർ, അമേരിക്ക. മൈക്കൽ ഹ്യൂട്ടൺ, അമേരിക്ക. ചാൾസ് എം റൈസ്, ബ്രിട്ടൻ. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ഇവർക്ക് ലഭിച്ചത്. 2020 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഇമ്മാനുവൽ ഷാർപെന്റിയർ, ഫ്രാൻസ്. ജെന്നിഫർ എഡൌന, അമേരിക്ക. ജീൻ എഡിറ്റിംഗ് നടത്താൻ ക്രിസ്പർ-കാസ്നെയിൻ എന്ന നൂതന സാങ്കേതിക മാർഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഗ്ലിക്ക്, അമേരിക്ക. ഇറാൻ റിപ്പബ്ലിക്കൻ ഗാർഡിന്റെ കമാൻഡർ ഖാസിം സുലൈമാനി അമേരിക്കൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സ്ഥാപനമായ ബ്രഹ്മകുമാരി സർസദന്റെ അധ്യക്ഷ ശ്രീമതി രാജോഗിനി ദാദി ജനകി അന്തരിച്ചു. കോവിഡ് ബാധയെ തുടർന്ന് ലോക്പാൽ ജുഡീഷ്യൽ അംഗമായ AK ത്രിപാഠി അന്തരിച്ചു. മുൻ MP-യും മുതിർന്ന പത്രപ്രവർത്തകനുമായിരുന്ന വിശ്വമോഹൻ ഗുപ്ത അന്തരിച്ചു. കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന സുരേഷ് അങ്കടി കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ചു. ചങ്ങനാശ്ശേരി MLA-യും മുതിർന്ന രാഷ്ട്രീയ നേതാവുമായ CF തോമസ് അന്തരിച്ചു. 40 വർഷമായി ചങ്ങനാശ്ശേരിയുടെ ജനപ്രതിനിധിയാണ്. 2001 മുതൽ 5 വർഷം ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി ജസ്വന്ത് സിംഗ് അന്തരിച്ചു. 1980 മുതൽ 5 വട്ടം രാജ്യസഭാ അംഗമായി. 4 വർഷം ലോക്സഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. കരസേനയിൽ നിന്ന് വിരമിച്ചതിനു ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഭാരതീയ നൃത്തകലാ പണ്ഡിതയും സാംസ്കാരിക ചരിത്രകാരിയുമായ ഡോക്ടർ കപില വാത്സ്യായൻ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും RJD മുൻ നേതാവുമായിരുന്ന രഘുവംശ പ്രസാദ് സിംഗ് അന്തരിച്ചു. കേന്ദ്രമന്ത്രിയായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന രാംവിലാസ് പാസ്വാൻ അന്തരിച്ചു. കേരള ഹൈക്കോടതിയിലെ ആദ്യ മലയാളി വനിതാ ചീഫ് ജസ്റ്റിസ് ആയ KK ഉഷ അന്തരിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി, ആസാമിന്റെ ആദ്യ മുസ്ലിം വനിതാ മുഖ്യമന്ത്രി എന്നീ വിശേഷണങ്ങൾക്ക് ഉടമയായ സെയ്ദ അൻവാര ടൈമർ അന്തരിച്ചു. ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ അവസാന കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ടൈമറിന്റെ പേര് ഉൾപ്പെടുത്താത്തത് വാർത്തയായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ ഉദ്യോഗസ്ഥയായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മി രമണൻ അന്തരിച്ചു. പത്മശ്രീ പുരസ്കാര ജേതാവും പ്രശസ്ത കുച്ചിപ്പുടി നർത്തകിയുമായിരുന്ന ശോഭ നായിഡു അന്തരിച്ചു. പ്രശസ്ത കവിയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനായിരുന്ന കാൾട്ടൺ ചാപ്മാൻ അന്തരിച്ചു. മലയാള സിനിമയിലെ ആദ്യകാല സംവിധായകനായ P. ഗോപികുമാർ അന്തരിച്ചു. കർണാടക സംഗീതത്തിലെ വയലിൻ വിദ്വാൻ പ്രൊഫസർ TN കൃഷ്ണൻ അന്തരിച്ചു. പത്മശ്രീയും പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്. മുൻ ആസാം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് അന്തരിച്ചു. പ്രമുഖ ബംഗാളി നടൻ സൗമിത്ര ചാറ്റർജി അന്തരിച്ചു. കോൺഗ്രസ് നേതാവും രാജ്യസഭാ അംഗവുമായ അഹമ്മദ് പട്ടേൽ അന്തരിച്ചു. ജെയിംസ് ബോണ്ട് സിനിമകളിലെ ആദ്യകാല നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഷോൺ കോണറി അന്തരിച്ചു. 1988 ദി അൺടച്ചബിൾസിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2 തവണ ബാഫ്റ്റ അവാർഡും 3 തവണ ഗോൾഡൻ ഗ്ലോബ് അവാർഡും 2000 സർ പദവി നേടിയിട്ടുണ്ട്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇൻഡോ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ നരേന്ദർ സിംഗ് കപാനി അന്തരിച്ചു. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഇന്ത്യൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ നരേന്ദർ സിംഗ് കപാനി. മലയാളിക്ക് ആധുനിക കൃഷിരീതിയുടെ പാഠങ്ങൾ പകർന്നു നൽകിയ കാർഷിക ശാസ്ത്രജ്ഞൻ R. ഹേലി അന്തരിച്ചു. ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം പൗലോ റോസി അന്തരിച്ചു.
കവയിത്രി സുഗതകുമാരി അന്തരിച്ചു. പ്രമുഖ നൃത്ത പണ്ഡിതനും പത്മശ്രീ ജേതാവുമായ സുനിൽ കോത്താരി അന്തരിച്ചു. ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമായ സൂഫിയും സുജാതയും എന്ന ചിത്രത്തിലെ സംവിധായകനായ നരണിപ്പുഴ ഷാനവാസ് അന്തരിച്ചു. ഓൺലൈൻ റിലീസ് നടത്തിയ ആദ്യ മലയാള ചിത്രമാണ് സൂഫിയും സുജാതയും.